കൊണ്ടുവന്ന ഏതായാലും പറ്റൂല, ഇദ്ദേഹം കൊണ്ടുവന്ന ഏതായാലും പറ്റൂല. കാരണം അദ്ദേഹം സനത് ഉണ്ട് എന്നാ പറഞ്ഞത്. ഇദ്ദേഹം ചോദിക്കൊണ്ടാണ് ഒരു വിശ്വാസപ്പെട്ട ഒരാൾ പറഞ്ഞു സനത് സ്ഥിരപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എങ്കിലും എന്ന് പറഞ്ഞു. ഇദ്ദേഹം സനത് ഉണ്ട്, മുത്തസിലാ സനതോട് കൂടി കിട്ടിയെന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വാക്ക് വിശ്വസിക്കാനേ പറ്റുകയില്ല. കാരണം അയാള് രണ്ടാമത്തെ മുടിയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്, ഒരു നെസബ വായിച്ചുകൊണ്ട് അത് മുത്തസിലായ സനതോട് കൂടി കിട്ടി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഞാനിപ്പോ അതിൽ പറഞ്ഞ വാക്കുണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വികാരം ഞാൻ വ്രണപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റൂല അപ്പൊ അവിടെ. പിന്നെ സഹോദരൻ നമുക്ക് വേറെ ഇത് പറഞ്ഞല്ലോ, ഇത് എവിടുന്നാണ് കൊണ്ടുവന്നത് എന്ന് സ്ഥിരപ്പെട്ടല്ലോ. ആ രണ്ടാമത്തെ മുടി കൊണ്ടുവന്നത് ഖസറജിയാണ് കൊണ്ടുവന്നത്. ഖസറജിയുടെ അടുക്കൽ ഇവിടെ 70 സെന്റിമീറ്ററിൽ കൂടുതൽ മാ യുഖാരിബു മിത്ര കാന്തപുരത്തിന്റെ സൈറ്റായ ദലീലുൽ ഈമാൻ എന്ന് പറയുന്ന സൈറ്റിൽ ആ മുടിയെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 1 മീറ്ററോളം വലിപ്പമുള്ള മുടികളുള്ള 2 കെട്ട് അവിടെ ഉണ്ട് എന്ന് അതിൽ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും നീളമുള്ള മുടി ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് ആവൂലല്ലോ, ഉറപ്പല്ലേ? പിന്നെ എങ്ങനെ അതിൽ വിശ്വസിച്ചുകൊണ്ട് ബർക്കത്ത് വിരോധം ഉണ്ടാവും ചോദിക്കണത്? അല്ലല്ലോ, അത് ഉറപ്പല്ലേ? അപ്പൊ അതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതിന് കൂടുതൽ വർത്താൻ പറഞ്ഞില്ല. ഇനി ഇൻഷാ അല്ലാഹ് ഉണ്ടെങ്കിൽ പിന്നെ ഇനി മറ്റാരെങ്കിലും അതിന് മറുപടി പറയും. ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ ഉസ്താദെ, AP ഉസ്താദ് കൊണ്ടുവന്ന മുടിന്റെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. ഒരാൾ വിശ്വാസയോഗ്യനായ ഒരാൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ അസ്സലാമു അലൈക്കും. മൻസൂർ അലി മൈക്ക് എടുത്തോ? ഞാൻ മൻസൂർ അലി മൈക്കിൽ വരട്ടോ. ഓക്കെ, സലാം. നേരത്തെ ഞാൻ വെച്ച ക്ലിപ്പ് മാറിപ്പോയതെന്ന് തോന്നുന്നു. പിന്നെ നേരത്തെ വെച്ചത് നേരത്തെ മറ്റേ OM പരിഗണക്കുണ്ടായിരുന്ന മറുപടിയിൽ പറഞ്ഞതാണ്. ഇത് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞത് തെറ്റിപ്പോയതാണ്, ഫയലിൽ കയറിയപ്പോ കിട്ടാതായത്. 1 മിനിറ്റ്, ആപ്പിൾ ജ്യൂസിലൊന്ന് കേൾക്കണം. ഞാൻ ഫുള്ളായി ചെയ്യുന്നു. ഞങ്ങളെ കയ്യിൽ അതിന് സനതുണ്ട്. ഏതിന്? എല്ലാത്തിനും ഉണ്ട്. വെല്ലുരുളിനുണ്ട്, നിങ്ങളെത്തില്ല എന്നേ ഉള്ളൂ. ശരിക്ക് കേട്ടോളൂ. നിങ്ങൾ കൃത്യമായി പറയട്ടെ. ഞങ്ങളെ കയ്യിൽ അതിന് സനതുണ്ട്. ഏതിന്? എല്ലാത്തിനും ഉണ്ട്. വെല്ലുരുളിനുണ്ട്, നിങ്ങളെത്തില്ല എന്നേ ഉള്ളൂ. ശരിക്ക് കേട്ടോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ സംശയം ചോദിച്ച് അതിന് ഉത്തരം പറയും. അത് ഉത്തരമാണ് എന്ന് ഇവിടെയുള്ള ഉസ്താദുമാർക്കും എല്ലാവർക്കും ബോധ്യപ്പെടും. അത് ഉത്തരം ചോദിക്കുന്നവർക്ക് അത് ഉത്തരം കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള എന്താ കാര്യം? ഇപ്പൊ ഈ ആപ്പിൾ ജ്യൂസ് എഴുതിക്കണുണ്ട്, ഞങ്ങൾ റൂമിൽ വാ, സംശയം തീർന്നവരെ മയക്ക് തരാം. സംശയം തീരുക എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ? നിങ്ങൾ സംശയം തീരാൻ വേണ്ടിയല്ലേ നിങ്ങൾ ചോദിക്കണേ? നിങ്ങൾ വെറുതെ തർക്കിക്കാൻ വേണ്ടിയാ. അപ്പൊ നിങ്ങളെ സംശയം ഒരിക്കലും തീരൂല. നിങ്ങൾ ഇങ്ങനെ കാലാകാലം ഖിയാമത്ത് വരെ ഇങ്ങനെ നടക്കുകയാണ് സംശയം. കാന്തപുരത്തിന്റെ സാന്ദർഭത്തിന് മുടിയത് അറിഞ്ഞു കാണണ്ട്. നിങ്ങൾക്ക് ഹക്ക് മനസ്സിലാകണം എന്നുള്ള ഒരു നല്ലൊരു ഉദ്ദേശം മനസ്സിലുണ്ടാകാൻ വേണ്ടി ദ്വാരക്ക്. എന്നിട്ട് അതിന് ശേഷം സംശയം ചോദിച്ചു നോക്കുക. നിങ്ങൾ ഉത്തരാണ്ട് മനസ്സിലാവും. അല്ലാതെ എങ്ങനെ കാന്തപുരത്തിന് മുടി അറിഞ്ഞുകൊണ്ടാ നിങ്ങൾക്ക് ഒരിക്കലും ഖിയാമത്ത് വരെ നിങ്ങളെ സംശയം തീരൂല. ആദ്യം സത്യം മനസ്സിലാകുന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്ത ആൾ മൈക്ക് എടുത്തോളൂ. പിന്നെ ഒരു കാര്യം കൂടിയാണ്, അമീർ ഇരിങ്ങല്ലൂർ ഉസ്താദ് SKSF ഇരിങ്ങല്ലൂർ റൈസാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ ആരും റൈസാൻ ചെയ്യരുത്, അവരിൽ അഡ്മിൻസ് ഡോട്ട് ഇടണം. അതുവരെയാണ് നമ്മുടെ പ്രോഗ്രാം ലാസ്റ്റ്. അതിന് ലാസ്റ്റ് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് നാളെ നാട്ടിൽ പോവുകയാണ്. അപ്പോ അവർക്ക് ഒരു യാത്രയപ്പ് ഇൻഷാ അല്ലാഹ്, അതിനുശേഷം ഒരു ദുആ ഇൻഷാ അല്ലാഹ് ഉണ്ടാവും. അപ്പോ SKSSF ഇരിങ്ങല്ലൂർ എന്നതിന് താഴെയുള്ളവർ കൈ താഴ്ത്തേണ്ടതാണ്. നിർത്തിപ്പോകാൻ പറഞ്ഞാൽ വേറെ പണിയൊക്കെ ഉണ്ട്. ഈ ഒരു വാർത്ത പോലെ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടതൊക്കെ KCR ചെയ്യുന്നുണ്ട്. അതിനൊരു ടൈം ലിമിറ്റും ഉണ്ട്. അല്ലാതെ നിങ്ങളിങ്ങനെ സത്യം മനസ്സിലാകാതെ വെറുതെ ഇതിനിങ്ങനെ സ്വീപ്പ് ഉണ്ടാക്കലല്ല. ഇവിടെ KCR വേറും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇതായിട്ട് ഇങ്ങനെ കൂടിയാ പോരല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നേരത്തെ സഹോദരന്റെ ചോദ്യം
എന്നല്ലോ ഒരാൾ മുടി കൊണ്ടുവന്നു, അദ്ദേഹം വളരെ വിശ്വസനീയമായ എപ്പിസാനെ കുറിച്ചല്ല പറഞ്ഞതെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുക്കൽ സനദ് സ്ഥിരപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധ്യമല്ല എന്ന് പറഞ്ഞു. പക്ഷെ സഹോദര, സനദ് സ്ഥിരപ്പെടുത്താൻ സാധ്യമല്ലെങ്കിൽ വേറൊരു മാർഗം ഉണ്ടല്ലോ. വേറൊരു മാർഗമാണ് അത് നിഴലുണ്ടോ എന്ന് നോക്കുക. ഇത് വേറൊരു മാർഗമാണ് അതിന്റെ മുകളിൽ തേനോ മറ്റോ പുരട്ടിക്കൊണ്ട് ഈച്ചുള്ള സ്ഥലത്ത് അത് കൊണ്ടുവച്ച് നോക്കുക. എന്നാൽ റസൂലുള്ളാഹിന്റെ ആകുമ്പോൾ അതിന്റെ മേലെ ഈച്ചരിക്കൂല. മറ്റൊരു മാർഗമാണ് അതൊന്ന് കത്തിച്ചു നോക്കുക. റസൂലുള്ളാഹിന്റെ കത്തൂല, പിന്നെ പേടിക്കേണ്ടതൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ കത്തൂല, ഉറപ്പാണ്. കത്തിയാലോ എന്താ ഒരു സാധാരണ മുടി കത്തിയെന്നല്ലോ, റസൂലുള്ളാഹിന്റെ അല്ലല്ലോ. അതിലൊന്നും ബേജാറുണ്ടാവില്ല, റസൂലുള്ളാഹിന്റെ അല്ലല്ലോ. പിന്നെ അപ്പൊ ഈ സനദില്ലെങ്കിൽ ഈ നിനക്ക് പരിശോധിക്കാം. അത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്. അപ്പോ നിങ്ങൾ ഒരാൾ മുടി കൊണ്ടുവന്നു, അദ്ദേഹത്തിന് വിശ്വസനീയമായ ആളാണ്, പക്ഷെ സനദ് സ്ഥിരപ്പെടുത്താൻ സാധിക്കൂല അദ്ദേഹത്തിന്. എന്നാൽ ഈ മാർഗം സ്വീകരിക്കുക. അതാണ് ആ സഹോദരനോട് നമുക്ക് പറയാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് സിദ്ദീഖ് പറയാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വിഷയം കൈകാര്യം ചെയ്യും. ഞാൻ ബഹുമാനപ്പെട്ട ARCKP അദ്ദേഹം കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ റൂമിൽ വളരെ സജീവമായ ഒരു വ്യക്തിയാണ്. വളരെ ആത്മാർത്ഥമായി ഈ വിഷയങ്ങൾ, ഈ റൂമിന്റെ വിജയത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ള അതല്ല, ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെതായ ശ്രമം ചെറുതല്ല, വളരെ വലിയ ശ്രമമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ലാത്ത ഒരു സാധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പച്ചക്കള്ളം പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ആ തനിനിറം തുറന്നു കാണിക്കുവാനും അതിന്റെ സത്യാവസ്ഥ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും ഉള്ള ഈ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ശ്രമത്തിൽ ARCKP അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തിന്റെ ശ്രമം വളരെ വലിയ ശ്രമമാണ്. വലിയ പരിശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹത്തിന്റെ ഉന്നതമായ ഒരു ഭാഗമായി അള്ളാഹു അദ്ദേഹത്തിൽ നിന്നും നമ്മിൽ നിന്ന് എല്ലാവരിലും ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. പടച്ചവനെ, ഇത് ഒരു സ്വാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. പടച്ചവനെ അള്ളാഹുവെ, ഹക്കിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ. ഒരിക്കലും ബാത്തിലിന്റെ കക്ഷികളിൽ ഞങ്ങളെ നീ ചേർക്കരുതേ പടച്ചവനെ. അള്ളാഹുവെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു, അത് പ്രതിരോധിക്കുന്ന ഒരാൾക്ക് നീ നൽകുന്ന ഏറ്റവും ഉന്നതമായ സവാബ് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണേ പടച്ചവനെ. ബഹുമാനപ്പെട്ട ARCKP അദ്ദേഹത്തിന്റെ യാത്രയിലും ആ കുടുംബത്തിലുള്ള അദ്ദേഹത്തിന്റെ നൃത്തത്തിനും ഒക്കെ നീ സന്തോഷവും റാഹത്തും ബർക്കത്തും പ്രദാനം ചെയ്യണേ. റാഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിതകാലം നാട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ ജോലികളിലും ഈ ദീനി പ്രവർത്തനങ്ങളിലൊക്കെ വീണ്ടും വ്യാപൃതമാവാനുള്ള മഹാഭാഗ്യം തൗഫീഖ് അദ്ദേഹത്തിന് നീ പ്രദാനം ചെയ്യണേ. ഞങ്ങളുടെ ഹദറിലും സഫറിലും നീ ബർക്കത്ത് പ്രദാനം ചെയ്യണേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ യാത്രയപ്പ് ഞാൻ നേരുകയാണ്. ഇനി മറ്റുള്ള ആളുകളൊക്കെ കൈകാര്യം ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹലോ, കേൾക്കുന്നുണ്ടോ? വരുന്നുണ്ടോ? നമ്മളിവിടെ കുറച്ച് SSFകാർ 2-3 ക്ലിപ്പ് ഇട്ടിട്ട് ഞങ്ങളോട് ഒരു വിഷയം പറയുന്നുണ്ടായി. അബ്ദുൽ നാസർ കൂടത്തായി, ഫൈസി ഉസ്താദ്, പിന്നെ റൗള പോലും കാന്തപുരത്തിന്റെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ അത് ഞങ്ങൾ അംഗീകരിക്കൂല, കാന്തപുരത്തിന്റെ കയ്യിൽ ആണ് എന്നുള്ള നിലക്കാണ്. പക്ഷെ എന്നിട്ട് അവനെ തിരിച്ചു അവനെന്നോ ചോദിച്ചത്, ലത്തീഫി അറബി കോളേജിൽ എല്ലാ വർഷവും AP കുട്ടികൾ മാത്രമേ അവിടെ ചേരാറുള്ളൂ എന്നും അതോടൊപ്പം അവിടെ ഷെയർ മുബാറക്കിന്റെ പരിപാടി നിയന്ത്രിക്കുന്നത് പോലും വളരെ വ്യക്തമായ നിലയിൽ AP വിദ്യാർത്ഥികളാണെന്നും അപ്പൊ ആ വെള്ളം കാസിമി ഉസ്താദ് വിൽക്കുകയും ചെയ്തു എന്നാണ് ഇവരെ ക്ലിപ്പ് മൊബൈലിലൂടെ കേൾപ്പിച്ചത്. കൂടത്തായി ഉസ്താദിനോട്, ഫൈസി ഉസ്താദിനോട് പിന്നെ ഇവര് ചോദിക്കും മറ്റു കാണിച്ചു. അതോടൊപ്പം തന്നെ വളരെ വേദനാജനകമായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ കാസിമി ഉസ്താദ് പിന്നെ വേണ്ടാത്ത ഒരു വളരെ പച്ചയായ രീതിയിൽ ഒരു ചീത്ത വിളിക്കുന്ന ഒരു ക്ലിപ്പും കൂടിയും കേൾപ്പിച്ചിട്ട് ഉണ്ട്. അത് പിന്നെ വളരെ വേദനാജനകമായ നിലയിലാണ് ക്ലിപ്പ് കേട്ടത്. ഇബ്നു കൽബ് എന്നുള്ള പ്രയോഗം പലതവണ ആവർത്തിക്കുന്നത് മൊബൈലിൽ കേൾപ്പിച്ചു തരികയുണ്ടായി. അയാള് എന്നെ വെല്ലുവിളിക്കുകയും ചെയ്തു പലതവണ, നിങ്ങൾ നമ്മളെ ക്ലാസ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാന്നുള്ളതൊക്കെ.
അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്, നമ്മളെ ഉസ്താദന്മാർ അങ്ങനെ ചീത്ത പറയുന്നുവെന്നും അതുപോലെ നിങ്ങളാണ് കള്ളന്മാരെന്നൊക്കെ വളരെ വേദനിപ്പിക്കുന്ന രീതിയിൽ അവർ ക്ലിപ്പ് ഉപയോഗിച്ച് ഞങ്ങളെ കൂട്ടത്തിൽ ഞങ്ങൾ 2-3 പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന് വ്യക്തമായ നിലക്കൊരു മറുപടി, ഒന്നുകിൽ കാസിം ഉസ്താദിന്റെ ആ തെറി അല്ലെങ്കിൽ ആ ചീത്ത എന്ന് പറഞ്ഞത് ഇല്ല എന്ന് തെളിയിക്കുന്നതോ, അതുപോലെ തന്നെ കൂടത്തായി ഉസ്താദ് അങ്ങനെ ഇല്ല എന്നതോ, അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങളുടെ നേതൃത്വത്തിന് മറുപടി പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഞങ്ങളിവിടെ 2-3 ആള് അവരെപ്പെട്ട ആളും കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന് കണക്കായ ഒരു മറുപടി വേണം. സഹോദര, അതുകൊണ്ട് ഇപ്പൊ ഈ കാന്തപുരത്തിന്റെ അടുത്തുള്ള മുടിക്ക് സനതാകുമോ? അപ്പൊ അതുകൊണ്ട് ആ റസൂലുള്ളാഹിന്റെ മുടിയാകുമോ? ഖാസിമി അദ്ദേഹത്തെ ചീത്ത പറയായിരിക്കും, അതല്ലേ നമ്മുടെ വിഷയം. അത് വിഷയം വേറെയാണ്. ഇവിടെ കാന്തപുരത്തിന്റെ അടുക്കലുള്ള മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണോ അതല്ല വ്യാജം മുടിയാണോ? അതാണ് വിഷയം. അതിപ്പോ ഇനി ഖാസിമി ചീത്ത അറിഞ്ഞാലും ചീത്ത അറിഞ്ഞില്ലെങ്കിലും അത് വ്യാജമുടിയാണ്. അതാണ് വിഷയം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണെന്ന് സ്ഥിരപ്പെടുത്താൻ വല്ല മാർഗം ഉണ്ടോന്നോ? പിന്നെ ഇനിയിപ്പോ ലത്തീഫിയ കോളേജിലെ മുടി ഇദ്ദേഹമാണ്, ഇവരാണ് അത് എന്നാ അവർക്ക് തീരെ സംശയമില്ലല്ലോ. അപ്പൊ അവിടെ തീരെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണ് എന്നുള്ള വിഷയത്തിൽ പിന്നെ അത് തർക്കത്തിന്റെ വിഷയമേ അല്ല. അപ്പോ ലത്തീഫിയ കോളേജിലെ മുടി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയാണെന്നുള്ളത് കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവുമില്ല. അതാണ് അതിന് സ്ഥിരപ്പെടുന്നത്. ഈ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി ആകുന്നതിന് യാതൊരു മാർഗവുമില്ല. അത് വ്യാജമുടിയാണ്. അതാണ് എന്റെ വിഷയം. അതിപ്പോ ഖാസിമി ചീത്ത അറിഞ്ഞില്ല, അതല്ല വിഷയം. അത് ചീത്ത പറഞ്ഞത് ആകാതിരിക്കും ചെയ്യൂല, മുടി ആവും ചെയ്യൂല. അത് രണ്ടും രണ്ട് വിഷയമാണ്. അതുകൊണ്ട് വിഷയം മാറ്റാൻ വേണ്ടി ആര് എന്ത് ഗൂഢശ്രമം നടത്തിയാലും അതിൽ ഞങ്ങൾ വഞ്ചിതരാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ അറിയിക്കുകയാണ്. വിഷയത്തിലേക്ക് വരിക. വിഷയം മാറ്റാൻ വേണ്ടി ആരും ഒരു ഗൂഢശ്രമവും നടത്തേണ്ടതില്ല. ഇനി ഇൻഷാ അല്ലാഹ് സിദ്ദീഖാര്യം പറ. ഞാൻ അപ്പൊ ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോ മൈക്ക് എടുക്കുകയാണെങ്കിൽ സിദ്ദീഖാര്യം പറ എടുക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എന്താണ് റിയാസ്? അടുത്ത റിയാസ് മൈക്കിൽ വരും. റിയാസ് ഉണ്ടോ? ആ മൈക്കില്ല. എന്താണ് മൈക്കില്ലാത്ത ചോദ്യം? അതൊക്കെ ഇപ്പൊ കുറച്ച് സമയം പിടിക്കല്ലോ. എന്റെ സംശയം ജാലിയവാല ബർക്കാത്ത് സയ്യിദാണോ? അയാളുടെ പരമ്പര ഏതാണ്? അദ്ദേഹത്തിന്റെ അടുത്ത് സനതുണ്ടോ? ഹമീദ് ഫൈസി കൊണ്ടുവന്നു. ഓക്കെ, അദ്ദേഹം ബറക്കാത്തി സയ്യിദ് അല്ല. കാരണം അദ്ദേഹത്തിന്റെ പിന്നിൽ നമ്മൾ പറയുന്ന ഒരു സയ്യിദ് കേട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം തന്നെ ഹമീദ് ഫൈസി ഉസ്താദിനോട് പറഞ്ഞു അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ടതാണ്. കാലിന് ഒരു അടയാളൊക്കെ കാണിച്ചു തന്നു. നമ്മൾ എത്രയോ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബറക്കാത്തി സയ്യിദ് അല്ല. രണ്ടാമത് അദ്ദേഹത്തിന്റെ അടുത്ത് സനതുണ്ടോന്ന്, അദ്ദേഹത്തിന്റെ അടുത്ത് സനത് ഇല്ല എന്നും പറഞ്ഞു. സനത് ചോദിച്ച ആരും വരണ്ട, കാന്തപുരം കൊടുത്ത് ഒരു 5 ലക്ഷം രൂപ തരാന്ന് പറഞ്ഞിട്ട് സനദിന് വേണ്ടിയിട്ട് ചെന്നിരുന്നു. പക്ഷെ എന്നോട് സനത് ചോദിച്ചിട്ട് കാര്യമില്ല, സനത് അദ്ദേഹത്തിന്റെ അടുത്തില്ല. പിന്നെ ഹമീദ് ഫൈസി കൊണ്ടുവന്ന മുടിക്ക് നിയൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതിന് നേരത്തെ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലൊക്കെ ഞങ്ങൾ പറയും. നിങ്ങൾ പറയണം, നിങ്ങൾ അടുത്തുള്ള മുടി ചെക്ക് ചെയ്തിട്ടുണ്ട്, അതിന് നിയല് ഇല്ല എന്ന് നിങ്ങൾ അങ്ങോട്ട് പറയും. അപ്പൊ ഞങ്ങൾ കാണിച്ചു തരാം അതിന് നിയലുണ്ടോ ഇല്ല. ഞങ്ങൾ ആദ്യം അത് പറയില്ല. കാരണം നിങ്ങളടുത്ത് ഒരു മുടി ഉണ്ടല്ലോ, ഞങ്ങൾ എപ്പോഴും പറയണ്ടല്ലോ നിങ്ങളൊന്ന് കത്തിച്ചു നോക്കുക അല്ലെങ്കിൽ നിയല് നോക്കുക, നിങ്ങൾ നിയലുണ്ടോ ഇല്ല എന്ന് പറയും. അപ്പൊ ഞങ്ങളതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ സത്യാവസ്ഥ ഞങ്ങൾ പറയും. രണ്ടാമത് നേരത്തെ ഞങ്ങൾ പറഞ്ഞു ഹമീദ് ഫൈസിന്റെ നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഇന്നിപ്പോ ഒരു അരമണിക്കൂർ മുന്നേ ഹമീദ് ഫൈസിക്ക് വിളിച്ചപ്പോ നിങ്ങൾക്ക് നിയല് ചെക്ക് ചെയ്യണമെങ്കിൽ മധ്യസ്ഥന്മാർ മുഖേന വ്യവസ്ഥ തയ്യാറാക്കിയിട്ട് വരികയും അതിനുശേഷം ഇതിൽ നിന്ന് ആ മുടിക്ക് നിയല് കണ്ടാൽ ഞങ്ങൾ ഈ മുടി വിഷയത്തിൽ നിന്ന് പിന്തിരിയും എന്ന് എഴുതി ഒപ്പിട്ട് തരികയും ചെയ്താൽ ഞങ്ങൾ റെഡിയാണ്. നേരെ തിരിച്ചും, നിങ്ങളത് മാത്രമല്ല നേരെ തിരിച്ചും. മറിച്ച് നിങ്ങളടുത്ത് ഇങ്ങനെ ഒരു ഇതില്ല, അത് കത്തിച്ചു നോക്കിയിട്ട് കത്തുന്നില്ല, അതുപോലെ തന്നെ അത് നിയല് കാണുന്നില്ല എങ്കിൽ ഞങ്ങളും ഇത് നിങ്ങളെ മുടിയാണെന്ന് അംഗീകരിക്കും. സനദില്ലെങ്കിൽ നമുക്ക് മറ്റുള്ള വഴിയാണല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അതിന് വരുന്നില്ല? കാരണം എന്താ ഞങ്ങൾ ഇത്ര ധൈര്യത്തിൽ പറയാൻ കാരണം അറിയോ? ഉസ്താദൊക്കെ എത്ര ധൈര്യത്തോടു കൂടി ഇത് പറയാൻ കാരണം ഇത് രണ്ടും ഉസ്താദ്മാര് നോക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങളെ കയ്യിൽ മുടിയുണ്ട്. കാന്തപുരം പറഞ്ഞു എനിക്ക് കിട്ടിയെടുത്തുനിന്ന് തന്നെയാണ് അവർക്കും കിട്ടിയിട്ടുള്ളത്. ഞങ്ങളെ കയ്യിൽ എവിടുന്നാണോ മുടി കിട്ടിയത് അവിടുന്ന് തന്നെയാണ് ഹമീദ് ഫൈസിക്കും കിട്ടിയത്. അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ വളരെ ചെക്ക് ചെയ്തിട്ടുണ്ട്, വളരെ ക്ലിയർ ആയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇതിന്റെ നിഴല് നോക്കാനും അതുപോലെ തന്നെ കത്തിച്ചു നോക്കാനൊന്നും വരാത്തത്. നിങ്ങൾക്ക് തന്നെ അറിയാം. അത്രേ ഉള്ളൂ അതിന്റെ മറുപടി. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ജസാക്കല്ലാ ഖൈർ നൂർ ഫൈസി ഉസ്താദ്.